അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, സ്നേഹപുഷ്പങ്ങളായ കൂട്ടുകാരെ, സർഗാവിഷ്കാരങ്ങൾക്ക് പുതിയ ഭാവങ്ങളും വേഷങ്ങളും നൽകിയ ഈദ് റബീന്റെ വേദിയിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ മനുഷ്യ ഹൃദയത്തെയും സ്പർശിക്കുന്ന, അനുഭവിക്കുന്ന, എന്നാൽ വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പ്രയാസമുള്ള ഒരു വികാരമായ ഉമ്മ എന്ന സ്നേഹത്തിൻ്റെ പര്യായത്തെക്കുറിച്ച് ഒരൽപ്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഉമ്മയുടെ സ്നേഹം ഒരു അനന്തമായ സമുദ്രം പോലെയാണ്. അതിനൊരു അതിർത്തിയില്ല. അത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നു. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉമ്മയുടെ സ്ഥാനം എത്രയാണ്? ആദ്യമായിട്ട് കേട്ട താരാട്ടുപാട്ടും നെറ്റിത്തടത്തിൽ കിട്ടിയ ആദ്യത്തെ പൊൻമുത്തവും ആദ്യ രുചിയായി നാവിലൂടെ അലിഞ്ഞു ചേർന്ന അമ്മിഞ്ഞ പാലുമെല്ലാം ഉമ്മ എന്ന മഹാസത്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങളാണ്. അമ്മ ഒരു സത്യവും അച്ഛനൊരു വിശ്വാസവുമാണ് എന്ന് ചൊല്ലി തന്നെ മാതാവിൻ്റെ പ്രാധാന്യം വരച്ചു കാട്ടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ വിവരണത്തിലും മാതൃത്വത്തിനാണ് മുൻഗണന. അതിനാൽ മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും ആദരിക്കേണ്ടത് തൻ്റെ മാതാവിനെയാണ്. മാതാപിതാക്കൾക്ക് നന്മ പ്രവർത്തിക്കുന്നതിന് ഇബാദത്തായും അവരോട് നന്ദി കാണിക്കുന്നതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതുമായും ഖുർആൻ ബന്ധപ്പെടുത്തുന്നു. മാതാപിതാക്കളോട് ഉത്തമമായ പെരുമാറ്റ രീതി സ്വീകരിക്കൽ നിർബന്ധമാണ്. മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ച് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരു രോഗിയോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണമെന്ന്. ഒരു രോഗിയോട് ഉച്ചത്തിൽ സംസാരിക്കാറില്ലല്ലോ, അതുപോലെ വിനയത്തോടെ, സ്നേഹത്തോടെ, സരളമായി സംസാരിക്കണമെന്ന്. അതിനൊക്കെ പുറമെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സന്താനങ്ങളുടെ കടമയായി ഖുർആൻ ഉണർത്തുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ നീ ഉമ്മാക്ക് ഉത്തരം നൽകണം. റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണല്ലോ നിസ്കാരം. ആ സൽക്കർമ്മ വേളയിലും മാതൃഹൃദയം നോവരുതെന്നാണ് തിരുനബിയുടെ അധ്യാപനത്തിന്റെ പൊരുൾ. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തം അത് മാതാവിൻ്റെ പൊരുത്തത്തിലാണ്. നിർമ്മലവും നിർവ്യാജ്യമായ സ്നേഹം, ആ സ്നേഹവും കരുണയും കണ്ടില്ലെന്ന് നടിച്ചുകൂടാലോ. അതിനാൽ മാതാവിന് അർഹമായ സ്ഥാനം തന്നെ ഇസ്ലാം നൽകുന്നുണ്ട്. മാതൃത്വത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മുത്തുനബി വാനോളം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കരുണാപാത്രം ഉമ്മയാണെന്ന് അവിടുന്ന് അരുളിയിട്ടുണ്ട്. പിതാവിനേക്കാൾ പ്രാമുഖ്യം സ്നേഹസാകല്യമായ മാതാവിനാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യത്തിലുള്ള സൂക്ഷ്മതയ്ക്ക് ഐച്ഛിക ആരാധന കാര്യങ്ങളെക്കാൾ മുൻഗണന നൽകുകയും ഏതൊരു പൊതു നന്മയേക്കാൾ പ്രാധാന്യം നൽകുകയും ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും. മുആവിയത്ത് ഇബ്നു ജാഹിദ് സലമയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഒരാൾ ജിഹാദിന് പുറപ്പെടാനുള്ള അനുവാദം തേടി തിരുനബിയുടെ അരികിൽ വന്നു. മടങ്ങിപ്പോയി മാതാവിനെ സേവിക്കാനായിരുന്നു അദ്ദേഹത്തോട് പ്രവാചകൻ കൽപ്പിച്ചത്. അയാൾ തൻ്റെ ആഗ്രഹം വീണ്ടും ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ അല്പം ദേഷ്യത്തോടെ തന്നെ പ്രതികരിച്ചു, നീ അവരെ സേവിക്കുക, അവിടെയാണ് നിന്റെ സ്വർഗം. മാതാവിന് പുണ്യം ചെയ്യുക എന്നത് ജിഹാദിനേക്കാൾ മഹത്തരമായ കാര്യമാണെന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമാർഗത്തിലുള്ള ജിഹാദ് എന്നത് ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മഹത്തായ ആരാധനയുമാണല്ലോ. എന്നാൽ ഈ ഹദീസ് കേൾക്കുന്ന എത്ര പേർ മാതൃസേവനം അള്ളാഹുവിലുള്ള വിശ്വാസത്തിനും അവൻ്റെ ഏകത്വത്തിനും ശേഷം വരുന്ന മഹത്തായ പ്രതിഫലാർഹമായ കർമ്മമായി കാണാറുണ്ട്? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിം സമൂഹമേ, തൻ്റെ മാതാവിന് ഗുണം ചെയ്യാത്തവനെ പരിശുദ്ധ കലിമ ഉച്ചരിക്കാൻ കഴിയാതെ മരണപ്പെടും. ഇരുലോകത്തെയും സന്തോഷകരമായ ജീവിതത്തിന് മാതാവിൻ്റെ തൃപ്തി അനിവാര്യമാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും
ആ തൃപ്തി കരഗതമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.